ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്. എന്താണ് ഈ പാസീവ് വാചകങ്ങൾ? അതാദ്യം നമുക്ക് കാണാം. മുൻ ക്ലാസ്സുകളിലും പറഞ്ഞതാണ്. പാസീവ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവനെ സഹായിച്ചു, അവനെ കണ്ടു, അവനെ കൊണ്ടുവന്നു, അവരെ സഹായിച്ചു, അവരെ തെരഞ്ഞെടുത്തു, ഇങ്ങനെ പറയുന്ന വാചകങ്ങളാണ് പാസീവ് വാചകങ്ങൾ. ഇംഗ്ലീഷിലും അതുപോലെ മറ്റു ഭാഷകളിലും ഇതുപോലെ പാസീവ് വാചകങ്ങൾ ഉണ്ട്. മലയാളത്തിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ചില ക്രിയകള് വെർബ്സ് രണ്ട് രീതിയിൽ പാസീവ് വാചകങ്ങളാക്കി പറയാൻ പറ്റും. അത് നമ്മൾ കണ്ടതാണ്. അവനെ രക്ഷിച്ചു, അവൻ രക്ഷിക്കപ്പെട്ടു. അവനെ രക്ഷിച്ചു, അവൻ രക്ഷിക്കപ്പെട്ടു. രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷെ എല്ലാ വാക്കുകളും ഇതുപോലെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഉദാഹരണമായി അവനെ സഹായിച്ചു, അവൻ സഹായിക്കപ്പെട്ടു, അങ്ങനെ നമ്മൾ പറയാറില്ല. കൂടുതലും നമ്മൾ അവനെ സഹായിച്ചു, അവനെ കണ്ടു, അവനെ തിരഞ്ഞെടുത്തു, അവനെ കൊണ്ടുവന്നു, അവനെ അഭിനന്ദിച്ചു, ഈ രീതിയിലാണ് പറയുക. ഇവയെല്ലാം പാസീവ് വാചകങ്ങളാണ്. മറ്റൊരു കാര്യം ഓർക്കാനുള്ളത്, എല്ലാ വെർബ്സും അല്ലെങ്കിൽ എല്ലാ ക്രിയകളും പാസീവായിട്ട് പറയാൻ സാധിക്കില്ല. ഉദാഹരണമായി അവൻ വന്നു എന്നാൽ അവനെ വന്നു അങ്ങനെ നമ്മൾ പറയില്ല. അവൻ സഹായിച്ചു, അവനെ സഹായിച്ചു, അങ്ങനെ പറയാം. അതുകൊണ്ട് എല്ലാ വെർബ്സും ക്രിയകളും പാസീവായിട്ട് പറയാൻ മലയാളത്തിൽ സാധിക്കില്ല, മറ്റു ഭാഷകളിലും ഇംഗ്ലീഷ് ഉൾപ്പെടെ സാധിക്കില്ല. ഈ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട, അതിന്റെ പാസീവ് രൂപമാണ്. ടി എന്നുള്ളത് പാസീവ്, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ടി എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ പറയുന്ന ഞാൻ വരാറുണ്ട്, ഞാൻ എഴുതാറുണ്ട്, ഞങ്ങൾ എഴുതാറുണ്ട്, അവൻ എഴുതാറുണ്ട്, ഇതാണ് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇതിന്റെ പാസീവ് എന്ന് പറയുമ്പോൾ അവനെ സഹായിക്കാറുണ്ട്, അവനെ കൊണ്ടുവരാറുണ്ട്, അവനെ പഠിപ്പിക്കാറുണ്ട്, ഇതാണ് പാസീവ്. ഇവിടെ നമ്മൾ ചൂസ് എന്ന വെർബാണ് സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ചൂസ്, ചോസ്, ചോസൺ. ഇതിലെ പാസീവ് വാചകം ഉണ്ടാക്കുന്ന ഫോർമുല സബ്ജക്റ്റ് വയ്ക്കും. അതിന്റെ കൂടെ ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ് ബിയുടെ പ്രസന്റ് ഫോമിലെ രൂപങ്ങളായ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ, ഇതിലേതെങ്കിലും വയ്ക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. എല്ലാ പാസീവിലും ഈ ഫോം മാത്രമേ ഉപയോഗിക്കൂ. നേരത്തെ കണ്ട സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതിൽ നമ്മൾ ഈ ഫോം, പ്രസന്റ് ഫോം ആണ് ഉപയോഗിച്ചിരുന്നത്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. മുൻ ക്ലാസ്സുകളിൽ ആം വെച്ചുള്ളത് കണ്ടു. ഐയുടെ കൂടെയാണ് ആം വയ്ക്കുക. ഐ ആം ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ ക്ലാസ്സിൽ കാണുന്നത് സിംഗുലർ വെച്ചുള്ള, ഈസ് സിംഗുലറിന് വേണ്ടിയാണ്, അത് വെച്ചുള്ള പാസീവ് വാചകങ്ങൾ. ഇതില് നമുക്ക് വാചകങ്ങൾ കാണുമ്പോൾ കൂടുതൽ വ്യക്തമാകും. ഹി ഈസ് ചോസൺ, അവനെ തിരഞ്ഞെടുക്കാറുണ്ട്, അവനെ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ വാചകം മറ്റു രീതിയിലും പറയാം, അവൻ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും ഇങ്ങനെ പറയുക, അവനെ തിരഞ്ഞെടുക്കാറുണ്ട്. അത് പാസീവാണ്. ഹി ഈസ് ചോസൺ, ഇത് നമ്മൾ നേരത്തെ കണ്ടു. അതില് അവൻ തിരഞ്ഞെടുക്കാറുണ്ട്. ഹി ചൂസസ്, സിംഗുലർ ആയതുകൊണ്ട് ഹി ചൂസസ്, അത് നമ്മൾ കണ്ടതാണ്. ഹി ചൂസസ്. ഹി ഈസ് ചോസൺ. ഹി ഈസ് സെൻഡ്, എന്താ അർത്ഥം? അവനെ അയക്കാറുണ്ട്. പഴയതില് ഹി സെൻസ്, ഹി സെൻസ്, അവൻ അയക്കാറുണ്ട്. സെൻസ് സിംഗുലർ ഉപയോഗിക്കണം, ഈ ഫോം. ഹി ഈസ് ടോട്ട്, അവനെ പഠിപ്പിക്കാറുണ്ട്, അവനെ പഠിപ്പിക്കാറുണ്ട്. ഹി ഈസ് ടോട്ട്. പഴയത് ഹി ടീച്ചസ്, ഹി ടീച്ചസ്, അവൻ പഠിപ്പിക്കാറുണ്ട്. ഹി ഈസ് ഹെൽപ്ഡ്, അവനെ സഹായിക്കാറുണ്ട്. പഴയത് ഹി ഹെൽപ്സ്, ഹി ഹെൽപ്സ്, അവൻ സഹായിക്കാറുണ്ട്. ഹി ഈസ് ടോൾഡ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹി ഈസ് ടോൾഡ്, അവനോട് പറയാറുണ്ട്. അങ്ങനെയാണ് ആ വാചകം മനസ്സിലാക്കേണ്ടത്. ഹി ഈസ് ടോൾഡ്, അവനോട് പറയാറുണ്ട്. പഴയത് ഹി ടെൽസ്, അവൻ പറയാറുണ്ട്, അവനൊരു കഥ പറയാറുണ്ട്. ഹി ടെൽസ് എ സ്റ്റോറി, അത് നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഹി ഈസ് ടോൾഡ്, അവനോട് പറയാറുണ്ട്. ഹി ഈസ് ആസ്ക്ഡ്, അവനോട് ചോദിക്കാറുണ്ട്. പഴയത് ഹി ആസ്, ASKS, ആസ്, അവൻ ചോദിക്കാറുണ്ട്. ഈ വാചകം നോക്കുക. ഹി ഈസ് ടോൾഡ് ടു സ്റ്റഡി വെൽ, എന്താ ഇതിന്റെ അർത്ഥം? നന്നായി പഠിക്കുവാൻ
അവനോട് പറയാറുണ്ട്. ഹീസ് ടോൾഡ് അവനോട് പറയാറുണ്ട്. എന്തിന്? ടു സ്റ്റഡി. നമ്മളിത് കണ്ടിട്ടുള്ളതാണ്, പഠിക്കുവാൻ. വെൽ നന്നായി. അപ്പോൾ ഈ വാചകം ഹീസ് ടോൾഡ് ടു സ്റ്റഡി വെൽ, നന്നായി പഠിക്കുവാൻ അവനോട് പറയാറുണ്ട്. ഈ രീതിയിൽ വാചകങ്ങളും പ്രാക്ടീസ് ചെയ്യണം. ഹീസ് ടോൾഡ് ടു ക്ലീൻ ഹിസ് റൂം, അവന്റെ റൂം ക്ലീൻ ചെയ്യാൻ അവനോട് പറയാറുണ്ട്. ഹീസ് ടോൾഡ് ടു ഡു ഹിസ് ഹോംവർക്ക്, ഹീസ് ടോൾഡ് ടു ഡു ഹിസ് ഹോംവർക്ക്, അവന്റെ ഹോംവർക്ക് ചെയ്യുവാൻ അവനോട് പറയാറുണ്ട്. ഇതുപോലെ വാചകങ്ങൾ മാറ്റി മാറ്റിയൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഷീ വെച്ച ഇതേപോലെ തന്നെയാണ്, ഇതെല്ലാം സിംഗുലറാ. അപ്പോൾ ഈസ് ഉപയോഗിക്കണം. ഷീ ഈസ് ചോസൺ, അവളെ തിരഞ്ഞെടുക്കാറുണ്ട്. പഴയത് ഷീ ചൂസസ്, അവൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഷീ സെൻഡ്, അവളെ അയക്കാറുണ്ട്. പഴയത് ഷീ സെൻഡ്സ്, അവൾ അയക്കാറുണ്ട്. ആ വ്യത്യാസം അറിയണം. ഇവിടെയും ഷീ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ഷീ ഈസ് ടോൾഡ് ടു സ്റ്റഡി വെൽ, നന്നായിട്ട് പഠിക്കുവാൻ അവളോട് പറയാറുണ്ട്. ഷീ ഈസ് ടോൾഡ് ടു സ്റ്റഡി വെൽ. ഇതുപോലെ ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് രാജു. രാജു ഈസ് ചോസൻ, രാജുവിനെ തിരഞ്ഞെടുക്കാറുണ്ട്. പഴയത് രാജു ചൂസസ്, രാജു ചൂസസ്, രാജു തിരഞ്ഞെടുക്കാറുണ്ട്. അവിടെ രാജു ആണ് തിരഞ്ഞെടുക്കുന്നത്, ഇവിടെ രാജുവിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് പാസീവ. രാജു ഈസ് ചോസൻ, രാജുവിനെ തിരഞ്ഞെടുക്കാറുണ്ട്. അതുപോലെ രാജു ഈസ് സെൻഡ്, രാജുവിനെ അയക്കാറുണ്ട്. ഇവിടെയും രാജു വെച്ച് നോക്കുക. രാജു ഈസ് ടോൾഡ് ടു സ്റ്റഡി വെൽ, നന്നായി പഠിക്കുവാൻ രാജുവിനോട് പറയാറുണ്ട്. രാജു ഈസ് ടോൾഡ് ടു സ്റ്റഡി വെൽ. ഇതുപോലെ വാചകങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സീത സിംഗുലർ ആണ്, ഇതേപോലെ തന്നെയാ. സീത ഈസ് ചോസൻ, സീതയെ തിരഞ്ഞെടുക്കാറുണ്ട്. സീത ഈസ് സെൻഡ്, സീതയെ അയക്കാറുണ്ട്. ഇവിടെയും പറയാം സീത ഈസ് ടോൾഡ് ടു സ്റ്റഡി വെൽ, നന്നായി പഠിക്കുവാൻ സീതയോട് പറയാറുണ്ട്, അല്ലെങ്കിൽ സീതയോട് നന്നായി പഠിക്കുവാൻ പറയാറുണ്ട്. നമുക്ക് വാക്കുകൾ മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ ഇടാം, ഇല്ലേ? അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെ ഇത് സിംഗുലറും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുക. അടുത്തത് മൈ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട്, ഒരാളേ ഉള്ളൂ, സിംഗുലറാ. മൈ ഫ്രണ്ട് ഈസ് ചോസൻ, എന്റെ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാറുണ്ട്. പഴയത് മൈ ഫ്രണ്ട് ചൂസസ്, മൈ ഫ്രണ്ട് ചൂസസ്, എന്റെ കൂട്ടുകാരൻ തിരഞ്ഞെടുക്കാറുണ്ട്. ഇവിടെ മൈ ഫ്രണ്ട് ഈസ് ചോസൻ, എന്റെ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാറുണ്ട്. മൈ ഫ്രണ്ട് ഈസ് സെൻഡ്, എന്റെ കൂട്ടുകാരനെ അയക്കാറുണ്ട്. ഇതുപോലെ ഇവിടെയും പറയാം മൈ ഫ്രണ്ട് ഈസ് ടോൾഡ് ടു സ്റ്റഡി വെൽ, മൈ ഫ്രണ്ട് ഈസ് ടോൾഡ് ടു ക്ലോസ് ദ ഡോർ, മൈ ഫ്രണ്ട് ഈസ് ടോൾഡ് ടു പ്രേ ഡെയിലി. ഈ രീതിയിലും പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് നമ്മൾ കണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് നേരത്തെ പഠിച്ചിട്ടുള്ള അതിന്റെ പാസീവിലെ സിംഗുലർ ആണ് കണ്ടത്. ഐയുടെ കൂടെ ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇതിൽ ആദ്യത്തെ വാചകമാണ് കണ്ടത്. അവനെ തിരഞ്ഞെടുക്കാറുണ്ട്, അവളെ തിരഞ്ഞെടുക്കാറുണ്ട്, രാജുവിനെ തിരഞ്ഞെടുക്കാറുണ്ട്, സീതയെ തിരഞ്ഞെടുക്കാറുണ്ട്, എന്റെ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള വാചകങ്ങൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. തെറ്റി വന്നാൽ തിരുത്താൻ പറ്റും, ബോറടിക്കുകയില്ല. ഇനി വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം, പുതിയ വെർബ്സ് പഠിക്കണം, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കണം, അർത്ഥം, ഉച്ചാരണം ഇതൊക്കെ പഠിക്കണം. ഒത്തിരി ഇംഗ്ലീഷ് വാക്കുകൾ അറിയാമെങ്കിൽ നല്ല ആത്മവിശ്വാസമായിരിക്കും നമുക്ക്. അതുപോലെ സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ വായിച്ചു നോക്കുക, പുതിയ വാക്കുകളൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറൽ ആണ്, ഇത് സിംഗുലർ ആണ്.
ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 14ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം ഫോംസിലെ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും സ്പെല്ലിങ്ങിലും ഉച്ചാരണത്തിലും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. സാധാരണ എസ്ഒ, ഇഎസ്ഒ, ഐഎസ്ഒ ഒക്കെ കൂട്ടിച്ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Do, did, done, fall, fell, fallen, forget, forgot, forgotten, give, gave, given, forgive, forgave, forgiven, go, went, gone, hide, hid, hidden. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഈ 7 വെർബുകളും മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് ഫോം, പാസ്റ്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇതിനുള്ള വെർബുകളൊക്കെ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് തുടങ്ങാം. പ്രിഫർ, പ്രിഫേർഡ്, പ്രിഫേർഡ്, പുഷ്, പുഷ്ഡ്, പുഷ്ഡ്, റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്, റിയലൈസ്, റിയലൈസ്ഡ്, റിയലൈസ്ഡ്, remain, remained, remained, relax, relaxed, relaxed, rescue, rescued, rescued, remove, removed, removed, rinse, rinsed, rinsed, risk, risked, risked, ruin, ruined, ruined, shiver, shivered, shivered,
സ്ലോ സ്ലോഡ് സ്ലോഡ്, സ്മെൽ സ്മെൽഡ് സ്മെൽഡ്, സ്മെൽറ്റ് സ്മെൽറ്റ് എന്നും കൂടി അതിന് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റർ സ്റ്റേർഡ് സ്റ്റേർഡ്, ട്രെയിൻ ട്രെയിൻഡ് ട്രെയിൻഡ്, ട്രസ്റ്റ് ട്രസ്റ്റഡ് ട്രസ്റ്റഡ്, twist twisted twisted, whip whipped whipped, yawn yawned yawned, yell yelled yelled, support supported supported. അപ്പൊ ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇവയെല്ലാം പഠിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില വെർബുകൾ പ്രസന്റ് ഫോമിൽ സിംഗുലർ എഴുതുമ്പോൾ IES നോ അല്ലെങ്കിൽ ES നോ ഒക്കെ ആയിരിക്കാം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം ഡു ഡസ് അല്ലെ, ES ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. ചില വെർബുകളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ടാകും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുന്നത് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ.